വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് എൻ്റെ ഓണപ്പൂക്കളം, ഓണസദ്യ, ഓണത്തിന് വന്ന ഗസ്റ്റ് ഇവരെക്കുറിച്ചൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എൻ്റെ ഓണം വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണത്തലേന്ന് രാത്രി ഇതാട്ടോ എൻ്റെ പരിപാടി. ഞാനിപ്പോൾ പൂക്കളം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം സമയം ഒരു 10:30 ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്ര സമയം എടുക്കും ഇത് വരയ്ക്കാനായിട്ട്. ഏകദേശം ഒരു അരമണിക്കൂർ എടുത്തുള്ളൂ കേട്ടോ വരയ്ക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ വരച്ച് തീർത്തു ഞാൻ. അപ്പോൾ നമ്മളുടെ പൂക്കളം റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ പൂക്കളം? ഇഷ്ടമായോ നിങ്ങൾക്ക്? അപ്പോൾ ശരിക്കും പൂക്കളൊക്കെ നമ്മൾ നേരത്തെ ചെന്ന് മേടിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. നമ്മൾ പൂ മാർക്കറ്റിൽ ചെന്നിട്ട് മേടിച്ചു. ഒരു 5-6 ദിവസം മുമ്പേ മേടിച്ചു വെച്ചു. സോ അധികം വില ആയില്ല പൂക്കൾക്ക്. தேவையானதெல்லாம் அவன் எடுத்து எடிட் பண்ணிப்பான். അപ്പോൾ ആ കുഞ്ഞു കുഞ്ഞു റൗണ്ട് കാണുന്നില്ലേ, അത് ഞങ്ങൾ ഈ വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും വിളക്ക് വെക്കുകയാണ്. കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഫ്രണ്ട്സ് എല്ലാവരും, ഫാമിലി എല്ലാവരും വെച്ചു വിളക്കൊക്കെ. അപ്പോൾ നമ്മളിതിന് മുൻപ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വിളക്ക് വയ്ക്കും. പൂക്കളം ഇട്ടതിന് ശേഷം ചുറ്റും വിളക്ക് ഇങ്ങനെ കൊളുത്തി വെക്കാറുണ്ട്. അപ്പോൾ ഇതിന് മുൻപത്തെ എൻ്റെ വ്ലോഗ് കാണാത്തവർ എൻ്റെ ചാനലിൽ ചെന്നൊന്ന് കാണണേ. ഓണം വ്ലോഗ് കാണണേ കഴിഞ്ഞ വർഷത്തെ. അതിന് മുൻപത്തെ വർഷത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അപ്പോൾ കാര്യമായിട്ടൊന്നും ഇങ്ങനെ വീഡിയോ എടുത്തിരുന്നില്ല. നിങ്ങൾ എൻ്റെ മുൻപത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇത് നമ്മളുടെ തേജുക്കുട്ടിയാണ്, അതായത് സൗമ്യയുടെ മോളാണ് കേട്ടോ. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും വിളക്ക് വെച്ചു കേട്ടോ. പിന്നെ ഇത് നന്ദിനിയുടെ മോനാണ് വിശാൽ. അപ്പുറത്തെ സൈഡ് പോയിക്കോ. അത് അവിടെ അബിയോ എടുക്ക. അബിയോ എന്നിട്ട് അബിയോ ഇങ്ങോട്ട് വാ. പതുക്കെ പതുക്കെ. ഞാൻ അബിയോ ഇങ്ങോട്ട് വാ. പതുക്കെ പതുക്കെ വാ. ഓണവും മുണ്ടും ഒക്കെ കൂടെ എൻ്റെ മക്കളൊരു വഴിയായിട്ടോ വിളക്ക് വെക്കുന്ന സമയത്ത്. പക്ഷെ അവരെങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു അത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓണപ്പൂക്കളം തയ്യാറാക്കി.
പാലട സദ്യ കഴിച്ച് ഞങ്ങൾ വൈകുന്നേരം വരെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത ശേഷമാണ് അവർ പോയത്. പിന്നെ തിരുവോണം നാളിൽ എല്ലാ ദിവസവും ഞാൻ പിന്നെ പറയാറുണ്ടല്ലോ, നല്ല വിശേഷ ദിവസം വന്നാൽ നമുക്ക് 2 പായസം ഉണ്ടാക്കണം. അപ്പോൾ പാലട പായസം ഉണ്ടാക്കി സെക്കൻഡ് ദിവസം, ഫസ്റ്റ് ദിവസം സേമിയ പായസം ചെറുപയർ പായസം ഉണ്ടാക്കി, സെക്കൻഡ് ദിവസം ഇപ്പോൾ പാലടയാട്ടോ തയ്യാറാക്കുന്നത്, പിന്നെ ചെറുപയറും തയ്യാറാക്കി. അങ്ങനെ 2 പായസം എല്ലാ ഫംഗ്ഷനും നമുക്ക് നിർബന്ധമാട്ടോ. അങ്ങനെ തിരുവോണം നാളിൽ നമ്മൾ പൂക്കളം ചെറുതായിട്ടൊക്കെ ഒന്ന് ഓൾട്ടർ ചെയ്തു. വിളക്കൊക്കെ തനിയെ തന്നെ വെച്ചു. അന്ന് ഹസ്ബൻഡിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അവർ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്, ഫോട്ടോസ് അധികം എടുത്തില്ല. അങ്ങനെ തിരുവോണം ദിവസം നമ്മൾ എൻജോയ് ചെയ്തു. എന്താ പറയുക, ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാനാണ് ബുദ്ധിമുട്ട്, അത് നശിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണെന്ന് പറഞ്ഞ പോലെ. പൂക്കളിടാൻ എത്ര സമയം എടുത്തെന്ന് അറിയാം, പക്ഷെ ക്ലീൻ ചെയ്യാൻ കുറച്ചൊരു 5 മിനിറ്റ് കൂടെ എടുത്തില്ല ഞാൻ. അപ്പം അങ്ങനെ ഓണമൊക്കെ കഴിഞ്ഞു, നമ്മൾ പൂക്കളൊക്കെ ക്ലീൻ ചെയ്തു, വിളക്കൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഓണം വിശേഷങ്ങൾ. പിന്നെ ഓണത്തിൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോസ് ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, അപ്പോൾ ഫുള്ളായിട്ട് കാണണേ. ഓണം വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.